ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്, ഒരു ഡൊമൈൻ ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി പെർഫെക്റ്റ് ആൻസർ ഇസ് സ്റ്റെം അഥവാ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല. ഇത് കേവലം ഒരു ലാബോ അല്ലെങ്കിൽ കുറച്ച് കോഡിങ്ങോ ചില ഇക്വേഷൻസിന്റെ ഒക്കെ അപ്പുറത്തേക്കാണ്. ആക്ച്വലി സ്റ്റെം മീൻസ് സോൾവിങ് റിയൽ വേൾഡ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യുക, ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് സ്റ്റെം എന്ന് പറയുന്നത്. സോ ലോകത്തിലെ ഒരു 10ൽ 8 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ജോബുകൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റെമ്മിലായിരിക്കും. ഇപ്പം AI, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്റ്റെമ്മിലാണ് വരുന്നത്. ഈ മേഖലകളുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ കർവ് ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ആസ് എ കരിയർ അനലിസ്റ്റ് എനിക്ക് പറയാൻ പറ്റും സ്റ്റെം എന്ന് പറയുന്ന മേഖലകളിലാണ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത് എന്നുള്ളതും. സ്റ്റെമ്മിൽ ഓൾവേസ് ഒരു 30 to 40% ഒരു ഓൺ ആൻ ആവറേജ് സാലറി ഈസ് വെരി ഹൈ ഇൻ ദാറ്റ് സെഗ്മെന്റ്. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ എസ്പെഷ്യലി ചില മേഖലകൾ ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി, ബയോടെക് മേഖലകളിലൊക്കെ അടുത്തൊരു 10 വർഷത്തേക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് ഡബിൾ മോഡലായിരിക്കും എന്നുള്ളതാണ് പ്രഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഈ നോൺ ടെക് സെഗ്മെന്റ്സ് ആണെങ്കിൽ പോലും, ഫിനാൻസ് അല്ലെങ്കിൽ ഫാഷൻ പോലുള്ള സെഗ്മെന്റ്സിൽ പോലും സ്റ്റെം മൈൻഡ്സിനെയാണ് അവരൊക്കെ ഇന്നോവേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ചുരുക്കത്തിൽ പറയാൻ പറ്റും, സ്റ്റെം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ചോയ്സ്, ഒരു കരിയർ ചോയ്സ് മാത്രമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്റ്റെം ഈസ് എ ഫ്യൂച്ചർ പ്രൂഫ് സ്ട്രാറ്റജി ഇറ്റ് സെൽഫ്. So my question is, are you ready to skill up your career with STEM careers? So that is my question to you.